ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ ആദ്യം ഇന്ന് മാർക്കറ്റ് ഇന്ന് എങ്ങനെ ക്ലോസ് ആയി നോക്കാം. നിഫ്റ്റി 21,500 ക്ലോസ് ആയി. സെൻസസ് 671 പോയിന്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ ഫുൾ ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ റിക്കവർ ആവും ഡൗൺ ആവും, റിക്കവർ ആവും ഡൗൺ, പിന്നെ സൈഡ് വേസ്, പിന്നെയും ഡൗൺ, ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിയാലും നെഗറ്റീവ് തന്നെയാണ്, സെല്ലിംഗ് ഓൺലി, സോ അതും ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ രണ്ടും വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡൗൺ ട്രെൻഡ് ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ രണ്ടും ഏകദേശം ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് അദാനി പോർട്സ് തന്നെയാണ്. ആൻഡ് ബിഗ്ഗസ്റ്റ് ലൂസർ UPL. ആൻഡ് നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് എനർജി, നിഫ്റ്റി എനർജി സെക്ടറും വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കും ആകുന്നു. ഓക്കെ, സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റോക്കിന് പോകുന്നതിന് മുന്നേ ഇന്ന് നല്ല ഒരു ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ് ട്രിഡൻറ്റ്. ഒറ്റ ദിവസത്തിൽ തന്നെ 17.85, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ പോയി തീർച്ചയായിട്ടും കാണുക. നമ്മൾ സാറ്റർഡേ സൺഡേ രണ്ട് വീഡിയോയിലും ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ 48 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടാർഗറ്റ് 51 എത്തും. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, 36 വെക്കുക. 27% ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് ട്രിഡൻറ്റ്. ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 51ലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. അതിൽ വിൻലാസ് ബയോടെക് 494 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ് എന്ന് പറഞ്ഞ് നോക്കേണ്ട. നമ്മൾ നേരത്തെ ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 weeks to 1 month ആണല്ലോ ടൈം ഫ്രെയിം വരുന്നത്. സോ ഇപ്പോൾ ഇനി നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 544 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 600 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ നാഷണൽ അലുമിനിയം ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 124 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 140 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 200 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ JBM ഓട്ടോ 1885 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1924 ആണ് നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 24% ഉയരാൻ സാധ്യതയുണ്ട്. നേരത്തെ 19 to 24 പറഞ്ഞു. 19%-ൽ ഇപ്പോൾ 10% വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാനുള്ള സാധ്യതയുണ്ട്. ദെൻ സ്റ്റെർലൈറ്റ് ടെക് ആണ് നെക്സ്റ്റ് സ്റ്റോക്ക്. 145 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 180 ആണ് ടാർഗറ്റ്. സോ 148 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 180 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡെൽറ്റ ക്രോപ്പ് നല്ല ഒരു ടാർഗറ്റിൽ വന്നിട്ടുണ്ട്. അത് 150 വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് 190 പോകാൻ സാധ്യതയുണ്ട്. റീട്രേസ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഫസ്റ്റ് ട്രിഡൻറ്റ് തന്നെയാണ്. കാരണം ഇന്നും നല്ല ബ്രേക്ക്ഔട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ട്രിഡൻറ്റ് തന്നെയാണ് നെക്സ്റ്റ് ടാർഗറ്റ് 51. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ബോറോസിൽ റിന്യൂവബിൾസ്. ഈ ഒരു സ്റ്റോക്ക് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ്. ഇപ്പോൾ 465 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 480 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 484, 580 വരെ പോകാൻ സാധ്യതയുണ്ട്. 21% ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 429 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ ദിലീപ് ബിൽഡ്കോൺ തേർഡ് സ്റ്റോക്ക്. ഇപ്പോൾ കറൻ്റ്ലി 396 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നത് 409 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 425 വരെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 380 വയ്ക്കുക. സോ 8% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ APL അപ്പോളോ ട്യൂബ്സ് 1514 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു.
530 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1620, 1670 വരെ പോകാൻ സാധ്യതയുണ്ട്. 1479 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. 9% ഉയരാൻ സാധ്യതയുണ്ട്. നല്ലൊരു സ്റ്റോക്കാണ്. അപ്പം ഇതല്ലാതെ 5 ഓഹരികൾ, ടോട്ടൽ ഇന്ന് 9 സ്റ്റോക്സ് ആണ് നമ്മൾ ബ്രേക്ക്ഔട്ടിന് നോക്കാനായിട്ട് പോകുന്നത്. ദെൻ TVS മോട്ടോ, സോ 2038 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2050 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2500 വരെ പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 22% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടും. ദെൻ ടാറ്റ ടെലി സർവീസസ്, ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൽ 94 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. 98 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 130 വരെ പോകാൻ സാധ്യതയുണ്ട്. 32% ഉയരാൻ സാധ്യതയുണ്ട്. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് പ്ലസ് ബ്രേക്ക്ഔട്ട് ഉള്ളത് കൊണ്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ല ടെക്നിക്കലായിട്ട് നല്ല ബ്രേക്ക്ഔട്ട് സാധ്യതയുണ്ട്. ദെൻ ആസ്ട്രാസെൻക ഫാർമ 5667, 5780 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5800, 6800 വരെ പോകും. 1000 പോയിന്റ്സ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. 18% റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് എഗെയിൻ ടൈം ഫ്രെയിം 2 weeks to 1 month ആണ്. ഓക്കെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ് 218 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 220 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 280 വരെ പോകാൻ സാധ്യതയുണ്ട്. 60 പോയിന്റ്സ് ഉയരും. ഏകദേശം 26% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. അപ്പോൾ ഇതിൽ 9 സ്റ്റോക്കിലാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നല്ല ടെക്നിക്കലായിട്ട് ബ്രേക്ക്ഔട്ട് തരുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി യൂസ് ആകും. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിൽ സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.